ഞങ്ങൾ ഇന്നും ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ കുളം ഉണ്ടാകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ പയ്യന്മാരുടെ കൂടെയാണ് നമ്മളെല്ലാവരും കറക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഞങ്ങളുടെ സാറിൻ്റെ കൂടെയാണ് ഞാൻ. ഏയ് ഗൈസ്, ഞങ്ങളങ്ങനെ ഇന്നലെ വേറെ കുളമൊക്കെ തപ്പിപ്പോയിട്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നു. ഞാണ്ട് അമ്പിത്തേട്ടുണ്ട്, അവിടെ ഒരാൾ മുങ്ങിയിട്ടുണ്ട്, അയാൾ മുങ്ങും. റൂമിന് തൊട്ട് ബാക്കി കുളം ഉണ്ടായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ കിട്ടിയതാണ് ഇവര് രണ്ടുപേര്. ആലപ്പുഴയിൽ നിന്ന് വന്നുകൊണ്ട് നീന്തൽ അറിയാവുന്നതുകൊണ്ടും ഞങ്ങളൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വന്നതല്ലാന്നുകൊണ്ട് ഞങ്ങളെ പറയാം. എന്നാ ഫോട്ടോ എടുത്ത് തരണോ? നമ്മൾ വണ്ടി ഇങ്ങ് കൊണ്ടുവരികയും ചെയ്ത് വണ്ടി പെട്ടിരിക്കുകയാണ് ഗൈസ്. ഇതിപ്പം തൊണ്ടയിൽ നടക്കാനും വയ്യ, തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് ഗൈസ്. ഇനി ബാക്ക് അല്ലല്ല നിക്കിക്ക് അണ്ണ ബാക്ക് ഇങ്ങോട്ട് വലിക്കല്ലോ. നിക്കിക്ക് ബാക്ക് ഇങ്ങോട്ട് വലിക്കാം. ഞങ്ങൾ റിസ്ക് എടുത്ത് അതും അങ്ങോ ഇങ്ങോ എത്താത്ത രീതിയിലുള്ള ഒരു വഴിയാണ് ഗൈസ്. ഞങ്ങൾ നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും തോട്ടി കിടക്കും, ഇല്ലെങ്കിൽ നേരെ വീട്ടിൽ ചെല്ലും. ഇങ്ങോട്ടാണോ? ഇത് തന്നെ റിസ്ക് ആണ് ഗൈസ്. ഇതുണ്ടോ ഇത് താമരയാണോ? താമരയാണോ? ഇതാണ് താമര കുളം. ഇതിലെ പോയി എവിടെ നോക്കാം. ഇതാണ് താമരക്കുളം. താമരക്കുളമാണ് ഗൈസ്. അത് ആലപ്പുഴയിലാണ്, വേറെ താമര. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ആലപ്പുഴയിലെ താമരക്കുളമാണ്, എന്നാൽ അതല്ല ഗൈസ്. ഇത് ഇവിടുത്തെ സാധനമാണ് ഗൈസ്. തിരുവനന്തപുരം സ്റ്റൈലാണ്. ഒരു ക്യൂരിയോസിറ്റിക്ക് വഴി അറിയാത്ത രീതിയിൽ അങ്ങ് പോവുകയാണ് ഗൈസ്. ഇത് എവിടെ എത്തുമോ, എങ്ങനെ എത്തുമോ, ഇനി നമ്മൾ വീട്ടിൽ എത്താതിരിക്കുമോ എന്നൊന്നും അറിഞ്ഞൂടാ. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്.